Hi students, once again welcome to my channel, that is Rajesh Hindi channel. ഞാൻ ഇനി രണ്ട് മൂന്ന് ക്ലാസ്സുകളിൽ 10ാം ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ടുള്ള രണ്ട് മൂന്ന് പാഠങ്ങൾ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നേരത്തെ +1 +2 അങ്ങനെയൊക്കെ മിക്സ് ചെയ്യാൻ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ ഉണ്ടാവും. വരുന്ന സമയത്ത് ഞാൻ രണ്ട് പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ബീർ ബഹൂട്ടി എന്ന് പറയുന്ന പാഠവും രണ്ടാമത്തെ ഹതാശാസയ്ക്ക് വ്യക്തി ബൈറ്റ് ഗ്യാസ് എന്നുള്ള പാഠവും. അപ്പോൾ ഇത് രണ്ടിൻ്റെയും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള നോട്ടും വർക്കും കാര്യങ്ങളും പിന്നാലുള്ള വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ക്ലാസ് നിങ്ങൾ കാണുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക മാക്സിമം. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടുകയും ചെയ്യാം. പിന്നെ ഞാൻ എടുക്കാൻ പോകുന്ന പാഠം എന്ന് പറയുന്നത് ടൂട്ടാ പഹിയ എന്ന് പറയുന്ന പാഠമാണ്. ടൂട്ടാ പഹിയ എന്ന് പറഞ്ഞ പാഠം എന്ന് പറഞ്ഞാൽ ഇത് എഴുതിയത് ധർമ്മവീർ ഭാരതിയാണ്. ധർമ്മവീർ ഭാരതി. അപ്പോൾ അദ്ദേഹം ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ ഒരു ലേഖകനും കവിയും നാടകകൃത്ത് ഇങ്ങനെയൊക്കെയുള്ള ഒരു ബഹുമുഖ പ്രതിഭ എന്ന് നമുക്ക് പറയാൻ പറ്റും. ടൂട്ടാ പഹിയ എന്ന് പറയുന്ന ധർമ്മവീർ ഭാരതി എഴുതിയ ഈ കവിത എന്ന് പറയുന്നത് ഇതിൻ്റെ ഇതിവൃത്തം അല്ലെങ്കിൽ പശ്ചാത്തലം എന്ന് പറയുന്നത് പുരാണത്തെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധവും ആ യുദ്ധത്തിനിടയ്ക്ക് പിന്നെ അർജുനന്റെ പുത്രനായിട്ടുള്ള അഭിമന്യു അക്ഷൗഹിണി സൈന്യത്തെ ഭേദിച്ചുകൊണ്ട് കടക്കുകയും അവിടെ വെച്ച് കർണൻ അദ്ദേഹത്തെ നിരായുധനാക്കുകയും പിന്നീട് അദ്ദേഹം വധിക്കപ്പെടുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യുദ്ധനിയമം അനുസരിച്ച് ഒരിക്കലും നിരായുധനെ വധിക്കാൻ പാടില്ല എന്നുള്ള നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് അതിന് കൂട്ടുനിൽക്കുന്നത് ഈ കൗരവരുടെ തന്നെ മുതിർന്ന ആൾക്കാരായിട്ടുള്ള ഭീഷ്മർ, ദ്രോണാചാര്യ തുടങ്ങിയ ആൾക്കാരുള്ളപ്പോഴാണ് ഇദ്ദേഹത്തെ വധിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഈ യുദ്ധം എന്ന് പറയുമ്പോഴേക്കും ധർമ്മ और अधर्म के बीच का युद्ध था. It's a war between justice and injustice. അപ്പോൾ അതുപോലെ ആ പശ്ചാത്തലത്തെ എടുത്തുകൊണ്ട് അദ്ദേഹം ആധുനിക കാലഘട്ടവുമായിട്ടൊന്ന് താരതമ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം, നമ്മൾ സാധാരണക്കാരെന്ന് പറയുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുകയാണ്, പിന്നെ രാഷ്ട്രീയക്കാരുടെയും അല്ലെങ്കിൽ മുതലാളിത്ത വർഗത്തിൻ്റെയൊക്കെ ചൂഷണത്തിന് നമ്മൾ വിധേയരാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഈ പറയുന്ന രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ മുതലാളിത്ത വർഗം ഒക്കെ ഒരു കൗരവപക്ഷത്ത് നിന്നും പിന്നെ അഭിമന്യുവിനെ പോലെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ നേതാവ്, അതുപോലെ തന്നെ പാണ്ഡവരുടെ ഭാഗത്തുള്ള അവരെല്ലാം എന്തായിട്ടാണ് നമ്മുടെ യാതന അനുഭവിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രതീകമായിട്ടാണ് അദ്ദേഹം ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ ടൂട്ടാ പഹിയ അല്ലെങ്കിൽ ബ്രോക്കൺ വീൽ, പൊട്ടിയ ചക്രം എന്ന് പറയുന്നത് നമ്മുടെ പൊട്ടിപ്പോയ മാനുഷിക മൂല്യങ്ങളുടെയും അതുപോലെ തന്നെ പിന്നെ അഭിമന്യു എന്ന് പറയുന്നത് ഈ അധർമ്മങ്ങൾക്കിടയിൽ നിന്നും പാവപ്പെട്ട ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വരുന്ന ഒരു നേതാവിൻ്റെ ഒരു പരിവേഷവുമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതാണ് ടൂട്ടാ പഹിയ, എഴുതിയത് ധർമ്മവീർ ഭാരതി. അപ്പോൾ കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ്: മെയിം രഥുക ടൂട്ടാ ഹുവാ പഹിയാഹു. ഞാൻ, ഒരു സർവനാമത്തിലാണ് തുടങ്ങുന്നത്, പ്രൊനൗണിൽ. ഞാൻ രഥത്തിൻ്റെ എന്താ പറയുന്നത്, ചാരിയറ്റിൻ്റെ ബ്രോക്കൺ വീലാണ്, പൊട്ടിയ ചക്രമാണ്. അതായത് പൊട്ടിയ മാനുഷ്യ മൂല്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ലേക്കിൻ മുച്ചെ ഫേങ്കുമർ, പക്ഷെ എന്താണ്, എന്നെ നിങ്ങൾ വലിച്ചെറിയരുത്. മുച്ചെ ഫേങ്കുമർ, പ്ലീസ് എന്നെ ഉപയോഗിക്കുക. കാര്യം നമ്മൾ ജീവിതത്തിൽ വളരെ നിസ്സാരമായി കരുതുന്ന കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നമുക്ക് വളരെയധികം യൂസ്ഫുൾ അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് ലേക്കിൻ മുച്ചെ ഫേങ്കുമർ, എന്നെ എന്ത് ചെയ്യരുത്, വലിച്ചെറിയരുത്. ക്യാ ജാനെ കബ് ഇസ് ദുരൂഹ് ചക്രവ്യൂഹമേം. അപ്പോൾ നമുക്കറിയാൻ കഴിയില്ല കബ് ഇസ് ദുരൂഹ് ചക്രവ്യൂഹമേം, ഈ ദുരൂഹമായിട്ടുള്ള ചക്രവ്യൂഹത്തിൽ, ആ ചക്രവ്യൂഹം പിന്നെ ഭേദിച്ചിട്ടാണ് അക്ഷൗഹിണി സൈന്യത്തിലേക്ക്, അതിൻ്റെ ഉള്ളിലേക്ക് ആര് കടക്കുന്നത്, അഭിമന്യു കടക്കുന്നത്. അപ്പോൾ ഈ ദുരൂഹ ചക്രവ്യൂഹം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ അഴിമതിയും അനീതിയും അതുപോലെ തന്നെ ചൂഷണമൊക്കെ നിറഞ്ഞ ആ ഒരു ചക്രവ്യൂഹത്തിനകത്ത് അക്ഷൗഹിണി സേനോംകോ, അപ്പോൾ ഇങ്ങനെയുള്ള പിന്നെ ചക്രവ്യൂഹത്തിൽ അക്ഷൗഹിണി സേനാവുംകോ ചുനൗത്തി ദേത്താ ഹുവ. അപ്പോൾ അക്ഷൗഹിണി സേനകൾക്ക് ചുനൗത്തി എന്ന് പറഞ്ഞാൽ അർത്ഥം വെല്ലുവിളിയാണ്. വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് എന്താണ്, അക്ഷൗഹിണി സേനാവുംകോ ചുനൗത്തി ദേത്ത, ചുനൗത്തി മീൻസ് ചാലഞ്ച്, വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് കോയി ദുസ്സാഹസി അഭിമന്യു ആക്കർ ഖിർജായ്, ഏതെങ്കിലും ഒരു ധീരനായിട്ടുള്ള അഭിമന്യുവിനെ പോലെയുള്ള ഒരു നേതാവ് ഒരു പക്ഷേ വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഒരുപക്ഷെ വരുന്ന സമയത്ത്
ഈ പിന്നെ നേതാവ് നിരായുധനായിരിക്കും. അപ്പോൾ ഈ യുദ്ധക്കളത്തിൽ എപ്രകാരമാണോ അഭിമന്യു ഒരു പരിചയ്ക്ക് പകരമായിട്ട് രഥത്തിന്റെ പൊട്ടി ചക്രം ഉപയോഗിച്ചത്, അതുപോലെ പിന്നെ അതുകൊണ്ടാണ് പറയുന്നത് പൊട്ടി ചക്രത്തെ നിസ്സാരമായി കണക്കാക്കാൻ പാടില്ല. അപ്പൊ അതുപോലെ ഏതെങ്കിലും ഒരു ആയുധം നമുക്ക് കരുതി വെക്കേണ്ടി വരും. ആ സമയത്ത് നമുക്ക് പിന്നെ വേണ്ടത് എന്താണ്, അല്ലെങ്കിൽ ധൈര്യമാണ് എന്നാണ് പറയുന്നത്. അക്ഷൗഹിണി സൈന്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രാചീന ഭാരതത്തിലെ വലിയൊരു സേനാ വിഭാഗമായിട്ടാണ് കണക്കാക്കപ്പെട്ടത്. അപ്പൊ അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ 21,870 ആന, 21,870 ഹാത്തി ആന, അത്രയും എണ്ണം തന്നെ എന്താണ് രഥ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നതോ 65,610 ഘോഡ, 65,610 കുതിരയും, അതുപോലെ തന്നെ 1,93,050 സൈനിക്, 1,09,350 കാലാൾപ്പട എന്നിവർ ചേരുന്നതാണ്. അപ്പോൾ പ്രാചീന വിഭാഗത്തിൽ ഇത്രയും ഓരോ ലെയറായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അത് ഭേദിക്കുക എന്ന് പറയുന്നത് അത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അപ്പൊ അതും പറയപ്പെടുന്നത്, പുരാണത്തിൽ പറയപ്പെടുന്നത് അർജുനന് ഗർഭാവസ്ഥയിൽ അർജുനൻ പിന്നെ തന്റെ ഭാര്യയോട് കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് അഭിമന്യു എന്ന് പറയുന്ന ഗർഭാവസ്ഥയിലാണ്. അപ്പോഴേ എങ്ങനെയാണ് ഈ ചക്രവ്യൂഹം ഭേദിച്ച് കടക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോ മാർഗം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഈ പിന്നെ ഗർഭസ്ഥ ശിശുവായിട്ടുള്ള അഭിമന്യു ഇതിങ്ങനെ കേൾക്കുകയും ഇതിങ്ങനെ കയറുന്നത് വരെ പറഞ്ഞിട്ട് അവിടെ വെച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ എങ്ങനെ ഇറങ്ങണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നില്ല. പിന്നീട് അത് അഭിമന്യുവിനെ അറിയുവാനും പറ്റുന്നില്ല. അങ്ങനെയാണ് ഒരു ഐതിഹ്യം പറയുന്നത്. അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഈ പറയുന്ന അക്ഷൗഹിണി സേനയെ അധർമ്മമാകുന്ന അക്ഷൗഹിണി സേനയെ തകർത്തുകൊണ്ട് ഏതെങ്കിലും ഒരു പിന്നെ ധീരനായിട്ടുള്ള അഭിമന്യു വരും. ആ സമയത്ത് ഞാനാകുന്ന ബ്രോക്കൺ വീൽ അല്ലെങ്കിൽ പൊട്ടിയ ചക്രം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത് പറയുന്ന അപ്നെ പക്ഷക്കോ അസത്യ ജാനത്തെ ഹുയേപി. അപ്പൊ തങ്ങളുടെ ഭാഗത്ത് ശരിക്കും അനീതി അല്ലെങ്കിൽ അക്രമം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് കൂടിയും ബിഡേ ബിഡേ മഹാരഥി, വലിയ മഹാരഥന്മാർ, അതായത് കൗരവ വിഭാഗത്തുള്ള ശ്രേഷ്ഠനായിട്ടുള്ള പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാർക്ക് അറിയാം നമ്മൾ ചെയ്യുന്നത് കൂട്ടുനിൽക്കുന്നത് അധർമ്മമാണ്, ഇറ്റ്സ് ടോട്ടലി ഇൻജസ്റ്റിസ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ എങ്കിലും അകേലി നിഹത്തി ആവാസ്, ഒറ്റയ്ക്കുള്ള നിഹത്തി മീൻസ് നിരായുധനായിട്ടുള്ള ശബ്ദം. ആരുടെ ശബ്ദം? അത് അഭിമന്യുവിന്റെ ശബ്ദമാണ്. നമ്മുടെ ആദ്യ കാലഘട്ടം ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അത് ആരായിരിക്കാം? യാതന അനുഭവിക്കുന്ന ജനങ്ങളുടെ ശബ്ദം. സോ यू हैव टू मेक ए कंपैरिजन लाइक दैट. इसी तरह आपको तुलना करना चाहिए आधुनिक जमाने में जिस तरह अभिमन्यु ने पुकारा था, അല്ലെങ്കിൽ പുരാനെ സമാനെ में जिस तरह അഭിമന്യു ने दर्द से करा रहा था, വേദന കൊണ്ട് പുളയുന്നത് പോലെ आधुनिक जमाने में हम भी और साधारण जनता भी इसी तरह दूसरे लोगों के शोषण से मुक्त पाने के लिए आवाज उड़ा रहे हैं. അതായത് ഇന്നത്തെ രാഷ്ട്രീയക്കാരെ പോലെയുള്ള അല്ലെങ്കിൽ നമ്മളെ ചൂഷണം ചെയ്യുന്ന ആൾക്കാരുടെ യാതനയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നിരായുധനായിട്ടുള്ള ശബ്ദം വരുന്നത്. അക്കേലി നിഹത്തി ആവാസ് കോ അപ്നെ ബ്രഹ്മാസ്ത്രം സെ കുചൽ ദേന ചാഹേ. അപ്പോൾ ഇങ്ങനെയുള്ള അനീതിക്കെതിരെ പിന്നെ എന്താ പറയുക ഉയർത്തുന്ന ശബ്ദങ്ങളെ ഒരു പക്ഷെ അതിനെ ബ്രഹ്മാസ്ത്രം എന്ന് പറഞ്ഞാൽ മന്ത്രങ്ങൾ ജപിച്ചതിന് ശേഷം എയ്യുന്ന അസ്ത്രം, വളരെ സംഹാരശേഷിയുള്ള അസ്ത്രം, അതുണ്ട് അസ്ത്രം സെ കുചൽ ദേന ചാഹേ. ഈ പറയുന്ന അനീതിക്കെതിരായിട്ട് ഉയർന്നു വരുന്ന ശബ്ദങ്ങളെ ബ്രഹ്മാസ്ത്രം കൊണ്ട് നശിപ്പിക്കുന്നത് പോലെ. എന്ന് പറഞ്ഞാൽ അതെന്താവാം? നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ ഭരണ സംവിധാനങ്ങൾ, അവരുടെ സ്വാധീനത്തിൽ പ്രവർത്തിക്കുന്ന പിന്നെ എന്താ പറയുക പോലീസ് സൈന്യമോ മറ്റൊക്കെ ആയിരിക്കാം, അവരെ ഉപയോഗിച്ച്. അപ്പൊ കൗരവരാകുന്ന രാഷ്ട്രീയക്കാർ ഈ പറയുന്ന ബ്രഹ്മാസ്ത്രമാകുന്ന പിന്നെ എന്ന് പറയുന്ന പോലീസുകാരോ അല്ലെങ്കിൽ മറ്റു വിഭാഗം ഗുണ്ടകളെയൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? കുചൽ മീൻസ് ടു ക്രഷ്, ചവിട്ടി മെതിക്കുക എന്നുള്ളതാണ്. ചവിട്ടി മെതിക്കാൻ ആഗ്രഹിക്കും. അപ്പോൾ സബ് മേം രഥ ടൂട്ടാ ഹുവാ പഹിയ. ആ സമയത്ത് ഞാൻ എന്താ രഥത്തിന്റെ പൊട്ടിയ ചക്രമാണ് ഞാൻ നിങ്ങൾക്ക് ഉപയോഗത്തിനുണ്ടാകും. उसके रथ का टूटा हुआ पहिया उसके हाथों में ബ്രഹ്മാസ്ത്രം സെ ലോഹ ലേ സക്ത. അപ്പോൾ ഈ ഇത്രയും ശക്തിയുള്ള ബ്രഹ്മാസ്ത്രത്തിനെതിരായിട്ട് പോലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനൊരു ഇവൻ തന്നെ ബ്രോക്കൺ വീൽ ചാഹെ മേം एक टूटा हुआ पहिया हूं लेकिन
मुझमें ब्रह्मास्त्रों से लोहा लेने की क्षमता है. ബ്രഹ്മാസ്ത്രം, ലോഹ ലേന മീൻസ് ടു ടേക്ക് വെപ്പൺ എന്നുള്ള ആയുധം എടുക്കാനുള്ള കഴിവ് എന്നിലുണ്ട്. എന്നെ നിസ്സാരമായിട്ട് നിങ്ങൾ കണക്കാക്കരുത്. നമ്മൾ പറയല്ലേ, മുങ്ങിച്ചാകാൻ പോകുന്നതിന് കച്ചിത്തുരുമ്പും ആശ്രയം എന്ന് പറഞ്ഞതുപോലെ അവർ മെയിൻ ടൂട്ടാ ഹുവാ പഹിയാഹും ലേക്കിൻ മുച്ചേ ഫേങ്കുമ. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഒരു ബ്രോക്കൺ വീലാണ്, പൊട്ടിയ ചക്രമാണ്. പക്ഷേ ഡോണ്ട് തിങ്ക് ദാറ്റ് ഐ എം യൂസ്ലെസ്. സംടൈംസ് ഐ ക്യാൻ ബിക്കം എൻ യൂസ്ഫുൾ വെപ്പൺ. ഒരു ഉപയോഗപ്രദമുള്ള ഒരു ആയുധമായിട്ട് എനിക്ക് മാറാൻ പറ്റും. ഇനി അത് ഒരു കൺക്ലൂഷനിലേക്ക് വരികയാണ്. ഇതിഹാസവും കി സാമൂഹിക ഗതി സഹസ ചൂട്ടി പഡ്ജാനേപ്പർ. ഇപ്പൊ ചരിത്രത്തിന്റെ സാമൂഹികമായിട്ടുള്ള പോക്ക് സഹസ പെട്ടെന്ന് ചൂട്ടി പഡ്ജാനേപ്പർ, അതായത് ധർമ്മത്തിൽ നിന്നും സത്യത്തിൽ നിന്നും ന്യായത്തിൽ നിന്നും ചിലപ്പോൾ നമ്മുടെ സാമൂഹിക ഗതി എന്ത് ചെയ്യും, വേറിട്ട് പോകും. ആ സമയത്ത് അനീതിക്ക് കൂട്ടുനിൽക്കും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കൗരവരിലെ മഹാരഥന്മാർ എപ്രകാരമാണോ നിരായുധനായ അഭിമന്യുവിനെ കൊല്ലുമ്പോൾ മൗനസമ്മതം കൊടുത്തത്, അതുപോലെ ചരിത്രം ചിലപ്പോൾ നന്മയിൽ നിന്നും സംടൈം ഇറ്റ്സ് മേ ഡീവിയേറ്റ് देयर പാത്ത്, ഇറ്റ്സ് പാത്ത്, ഇതിന്റെ മാർഗം दूसरे मार्ग से शायद चलने के लिए तैयार होंगे, മറ്റൊരു രീതിയിൽ പോകാൻ തയ്യാറാകും. പക്ഷേ എന്നിരുന്നാലും ക്യാ ജാനെ, എന്തറിയാൻ പറ്റും, സച്ചായി ടൂട്ടേ ഹുയ പഹിയും കാ ആശ്രയില്ല. അപ്പോൾ ഈ ന്യായത്തിൽ നിന്നും വ്യതിചലിച്ച് അന്യായത്തിന്റെ മാർഗത്തിലേക്ക് പോകുമ്പോൾ ഒരു പക്ഷേ അവിടെയും ഈ പൊട്ടിയ ചക്രം എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് ഉപയോഗത്തിൽ എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് എന്നെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, വലിച്ചെറിയാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അത്രേ ഉള്ളൂ. നമ്മുടെ ഈ പുരാതന കാലത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ മഹാഭാരത യുദ്ധ സമയത്ത് എപ്രകാരമാണോ അനീതി, അക്രമം, അതിന് ആൾക്കാർ കൂട്ടു നിൽക്കുന്നത്, അതുപോലെ ആധുനിക കാലഘട്ടത്തിലാണ് നമ്മളെ സംരക്ഷിക്കേണ്ട ആൾക്കാർ തന്നെ ഒരു ഭാഗത്ത് എന്തായിട്ട് അഴിമതിക്ക് കൂട്ടു നിൽക്കുന്നു. അവിടെ നമ്മൾ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരെ നമ്മൾ വഞ്ചിക്കപ്പെടുന്നു. അപ്പൊ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ രക്ഷിക്കാൻ ഒരു പക്ഷേ മഹാഭാരത യുദ്ധത്തിൽ അഭിമന്യു വന്നതുപോലെ ആയുധമില്ലായിരുന്നിട്ട് കൂടിയും യുദ്ധക്കളത്തിലുണ്ടായിരുന്ന പൊട്ടിയ ചക്രത്തെ പരിചയമായിട്ട് അദ്ദേഹം എപ്രകാരം ഉപയോഗിച്ചു, അതുപോലെ പൊട്ടിയ ചക്രമാവുന്ന മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പുരാണത്തിലെ അഭിമന്യുവിനെ പോലെ ആധുനിക കാലത്ത് ഏതെങ്കിലും ഒരു അഭിമന്യു പ്രത്യക്ഷപ്പെടാം. ബിക്കോസ് വെൻ ഇറ്റ് ഈസ് ക്രോസിംഗ് ദി ലിമിറ്റ്, ദ ഇൻജസ്റ്റിസ്, മനസ്സിലായല്ലോ, ഈ ഒരു അനീതിയൊക്കെ നമ്മളെ ഒരു പരിധി വിട്ടു പോകുമ്പോഴേക്കും അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിൽ കുറച്ചുകൂടെ അതിൻ്റെ ഒരു രത്നചുരുക്കം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അതിൽ ഇൻട്രൊഡക്ഷൻ ഇങ്ങനെ വരും. ഇപ്പോൾ ടൂട്ടാ പഹിയ കവിത പർ ടിപ്പണി ലിഖാനെ കുറിച്ചൊരു ഒരു സംക്ഷിപ്ത രൂപം എഴുതാൻ പറഞ്ഞാൽ, സോ ഇൻട്രൊഡക്ഷൻ വിൽ ലൈക്ക് ദിസ്. ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖ കവി ധർമ്മവീർ ഭാരതി. ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ ഒരു പ്രശസ്തനായ കവിയാണ് ധർമ്മവീർ ഭാരതി. മഹാഭാരത് യുദ്ധ പ്രസംഗക്ക് ആധാർ पर बनाकर लिखी हुई कविता है टूटा पहिया. അപ്പോൾ മഹാഭാരത യുദ്ധത്തിലെ സംഭവത്തെ അടിസ്ഥാനമാക്കി എഴുതിയിട്ടുള്ള ആധുനിക കാലവുമായിട്ട് വളരെ താരതമ്യപ്പെടുത്തലാണ് ഈ കവിത എന്ന് പറയുന്നത്. ആധുനിക സമാജ് മാനവീയ മൂല്യം की महत्व ഉദ്ഘോഷിत करती. അപ്പോൾ ഇത് ആധുനിക സമൂഹത്തിൽ മാനുഷിക മൂല്യങ്ങളുടെ മഹത്വത്തെ എന്ത് ചെയ്യുന്നു, ഉദ്ഘോഷിക്കുകയാണ് ചെയ്യുന്നത്. അഭിമന്യു ചക്രവ്യൂഹമേം ഖുസെ. അഭിമന്യു എവിടെ എത്തി, ചക്രവ്യൂഹത്തിനകത്തേക്ക് കടന്നു. അവിടെ അഭിമന്യു എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ലഘുമാനോ, നമ്മുടെ ഓർഡിനറി പീപ്പിൾ, മനസ്സിലായല്ലോ, റെപ്രസെന്റിങ് ദ സൊസൈറ്റി അറ്റ് പ്രസന്റ്. ഇപ്പോൾ ഉസ്നെ ഖമാസാൻ യുദ്ധ കിയ, അതിഭയങ്കരമായിട്ടുള്ള യുദ്ധം ചെയ്തു. ലേക്കിൻ കൗരവനെ യുദ്ധക്കെ നിയമം ഉല്ലംഘൻ കർക്ക് അഭിമന്യു पर ആക്രമണം കിയ. എന്നാൽ കൗരവന്മാർ യുദ്ധത്തിൽ പാലിക്കപ്പെടേണ്ടുന്ന നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് എന്ത് ചെയ്തു, ഇദ്ദേഹത്തിനെതിരെ ആക്രമണം നടത്തി. ഉസ്കെ രഥ और ധനുഷ് തോട് ദിയേ ഗയേ. അദ്ദേഹത്തിന്റെ രഥവും അതുപോലെ തന്നെ ധനുഷ്, അദ്ദേഹത്തിന്റെ അമ്പും ഒക്കെ തന്നെ നശിപ്പിക്കപ്പെട്ടു. ഫിർഫി അഭിമന്യു തൽവാർ ലേക്കർ യുദ്ധ കർണേ ലഗ. പക്ഷെ അതിനുശേഷം അദ്ദേഹം he fought with the help of sword. Sword means sword. വാൾ ഉപയോഗിച്ചിട്ട് അദ്ദേഹം യുദ്ധം ചെയ്തു. രഥുക ടൂട്ടാ പഹിയ ഹിംക ഠാൽ. ഠാൽ മീൻസ് പരിച. അദ്ദേഹത്തിന്റെ പരിച എന്ന് പറയുന്ന പരിചയെല്ലാം നഷ്ടപ്പെട്ടു. രഥത്തിന്റെ പൊട്ടിയ ചക്രമായിരുന്നു പരിച എന്ന് പറയുന്നത്. ആഖിർ അറ്റ് ലാസ്റ്റ് നിരായുധ അഭിമന്യു മാരാകെ, അതായത് നിരായുധനായ അഭിമന്യു സഹോദരന്മാരാണ്, കൗരവന്മാരുടെ മുതിർന്ന ആൾക്കാരുടെ മൗനസമ്മതത്തോടു കൂടി യുദ്ധകളത്തിൽ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. ഇസ് കവിതാമേം കവി അഭിമന്യു രഥക്കെ ചക്രക്കോ പ്രതീക് മാനത്തെ. അപ്പോൾ ഇവിടെ കവി അഭിമന്യുവിനെയും രഥചക്രത്തെയും ഒരു പ്രതീകമായിട്ട്, സിംബൽ ഓഫ് സംതിങ് എന്താണെന്നുള്ള പറയുന്നുണ്ട്.
अभिमन्यु साधारण जन का प्रतीक है so अभिमन्यु representing the ordinary people of the society, इस समाज के आम जनता को साधारण लोगों का प्रतीक है तो महान रथ चक्र महान मानव मूल्यों का प्रतीक है പക്ഷേ രഥചക്രം എന്ന് പറയുന്നതോ ഇറ്റ് ഈസ് ദ സിംബൽ ഓഫ് ഹ്യൂമൻ വാല്യൂസ്, നമ്മുടെ മാനുഷിക മൂല്യങ്ങളുടെ പ്രതീകമായിട്ടാണ്. എന്താണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാനവിക മൂല്യങ്ങളുടെ പ്രതീകമാണ്. ആജ് കാ യുഗ് പതനോന്മുഖ്. അപ്പൊ ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ് പതനോന്മുഖ് അല്ലെ, അപ്രോച്ചിങ് ടുവേർഡ്സ് ദ ഡിസ്ട്രക്ഷൻ, ഒരു സംഹാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. യഹാം മാനവീയ മൂല്യം കാഹി മഹത്വ. അപ്പൊ ഇവിടെ എന്ത് മാത്രമേ നമുക്കുള്ളൂ? യു ഹാവ് ടു പ്രൊട്ടക്ട് ദ ഹ്യൂമൻ വാല്യൂസ്, നമ്മുടെ മാനുഷിക മൂല്യങ്ങളെ നമ്മൾ സംരക്ഷിക്കാൻ തയ്യാറാവുക. അതിന് നമ്മൾ ഓരോരുത്തരുമാണ് യു ഹാവ് ടു കം ഫോർവേഡ്, ഹമേ ആകെ ആന ചാഹി, അല്ലാതെ ദൂസരാ കോയി ആएगा some other person will come and protect us, कोई दूसरा आकर हम हमारा संरक्षण का भार लेगा, ऐसा मत सोचो. डोंट थिंक इन सच ए वे. यू हैव टू कम एंड यू हैव टू रिएक्ट. आपको आगे आना चाहिए और आपको इसके खिलाफ अपनी आवाज उठानी चाहिए जो इंसाफ के खिलाफ हो रहे हैं, अगेंस्ट ഇൻജസ്റ്റിസ്. യു ഹാവ് ടു റിയാക്ട്. അനീതിക്കെതിരായിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്യണം. यही कवि की राय है. इधान दिस इज द ओपिनियन ऑफ मिस्टर धर्मवीर भारती. श्री धर्मवीर भारती का राय है. इस प्रकार यह कविता बहुत प्रासंगिक बनती है. सो इन सच ए वे दिस पोएम इज बिकमिंग सो रेलेवेंट, അതായത് വളരെ കാലിക പ്രസക്തിയുള്ളതായിട്ട് തീരുന്നു. അപ്പോൾ ഇതാണ് ഈ കവിതയുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അഭിമന്യു എന്ന് പറയുന്നത് എന്തിനെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്നു പറഞ്ഞാൽ, അഭിമന്യു ഇതിൻ്റെയൊക്കെ ഒന്ന് ഗരീബ്, representation of poor people, then bhuka, the hungry man, asahai, the helpless people, then lalit means lower caste, who is suffering a lot even nowadays. ഇപ്പോൾ പോലും ഒരുപാട് പിന്നെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ആൾക്കാരും, പിന്നെ ഭൂമിഹീൻ, ദ പേഴ്സൺസ് വിതൗട്ട് ലാൻഡ്, ഹോംലെസ് പീപ്പിൾ, ഇങ്ങനെയുള്ള ആൾക്കാരുടെ പ്രതീകമാണ് അഭിമന്യു എന്നുണ്ടെങ്കിൽ ടൂട്ടാ പഹിയ ബ്രോക്കൺ വീൽ റെപ്രസെൻറ്റ്സ് എന്തിനെയൊക്കെ പ്രതിനിധാനം ചെയ്യുമെന്ന് ചോദിച്ചാൽ സത്യം, മനസ്സിലായല്ലോ, ട്രൂത്ത്, കരുണ, സിമ്പതി, സഹാനുഭൂതി, ദെൻ ത്യാഗ്, സാക്രിഫൈസ്, ദെൻ പരോപകാർ, ടു ഹെൽപ്പ് അതേഴ്സ്. ഇത് രണ്ടും ലൈക്ക് ടു സൈഡ്സ് ഓഫ് എ കോയിൻ, ഏക് സിkke ke do hisse ke barabar, ഒരു നാണയത്തിന്റെ രണ്ട് സൈഡ് എന്നപോലെ ഇത് രണ്ടും ആവശ്യമാണ്. ഒന്ന്, there must be a person to lead from the front against this injustice. हमको आगे से हमको आगे ले जाने के लिए एक नेता की जरूरत है, अभिमन्यु जैसे जिस समय पुराण कहानी में, पुराण गाथा में था, പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പോലെ now the time already reached to give birth to another अभिमन्यु, एक नए अभिमन्यु को जन्म देने का मौका आ गया है. और उस समय हमारे नष्ट होते हुए मानव मूल्यों को एक टूटा हुआ पहिए की तरह एक ढाल की तरह ഒരു പരിചയയുടെ രൂപത്തിൽ നമ്മൾ നിൽക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കവിതയാണ് ഇത്. ഒന്നുകൂടെ നിങ്ങൾ ലൈൻ ബൈ ലൈനായിട്ട് നിങ്ങളത് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ ഒരു കണ്ടന്റ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തെങ്കിലും സംശയം വീണ്ടും കേൾക്കുക. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് കമൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് അനന്തരം ഒരു പക്ഷേ കൂടെ അത് പറയണമെന്ന് എന്താണെന്നുണ്ടെങ്കിലും. സോ ഗോ ത്രൂ ദ ലെസൺ ക്ലിയർലി ആൻഡ് എൻജോയ് യുവർ സെൽഫ്. അടുത്ത ഒരു പാഠവുമായിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക് യു.